ചിത്രങ്ങളുടെ ലിസ്റ്റിൽ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നായിരുന്നു പ്രേമം. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഇറങ്ങിയത് 2015-ലായിരുന്നു. അന്ന് യുവാക്കൾക്കിടയിൽ തരംഗമായിരുന്ന പ്രേമം ജോർജ് എന്ന കഥാപാത്രത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. സിനിമയുടെ പേര് പോലെ തന്നെ ഒരു റൊമാൻറ്റിക് ഫിലിമാണ് പ്രേമം. അൻവർ റഷീദ് നിർമ്മിച്ച ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് അൽഫോൺസ് പുത്രനാണ് നിർവഹിച്ചത്. മഡോണ സെബാസ്റ്റ്യൻ, അനുപമ പരമേശ്വരൻ, ശബരീഷ് വർമ്മ, കൃഷ്ണ ശങ്കർ, സിജു വിൽസൺ, അനന്ത് നാഗ്, വിനയ് ഫോർട്ട്, സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമയിൽ നിരവധി കോമഡി സീനുകളും ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. ജോർജിൻ്റെ ആദ്യ പ്രണയമായ മേരിയുടെ റിജക്ഷനിൽ പൊട്ടിക്കരയുന്ന ഒരു കൗമാരക്കാരനെ നമ്മൾ കണ്ടതാണ്. ആ പ്രായത്തിൽ ഒരു ആൺകുട്ടിക്കുണ്ടാകുന്ന ഇമോഷനെ വളരെ രസകരമായ രീതിയിലൂടെ നിവിൻ പോളി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് കോളേജ് കാലഘട്ടമാണ്. കോളേജിലെ റാഗിങ്ങും ഫൈറ്റും പാട്ടും ഡാൻസുമെല്ലാം പല സീനുകളിലൂടെ അൽഫോൺസ് പുത്രൻ പ്രേക്ഷകർക്ക് കാണിച്ചു തന്നു. ആ സീനുകളിലൂടെ പ്രേക്ഷകർക്കും അവരുടെ കോളേജ് കാലം ഓർത്തെടുക്കാൻ അവസരമൊരുക്കിയിരുന്നു. കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി വന്ന മലർ മിസ്സിനെയും സിനിമാ പ്രേക്ഷകർ മറക്കില്ല. സായി പല്ലവിയായിരുന്നു മലർ മിസ്സായി അഭിനയിച്ചത്. വിജയ് യേശുദാസ് പാടിയ മലരെ എന്ന പാട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ജോർജും മലരും തമ്മിലുള്ള സീനുകളായിരുന്നു പലരുടെയും ഫേവറേറ്റ്. സിനിമയുടെ ഒരു സീനിൽ മലർ മിസ്സിന് ജോർജിനെ ഓർമ്മയില്ലെന്ന് പറയുന്നതിലൂടെ ജോർജിൻ്റെ ഒരു ഇമോഷണൽ രംഗവും അതേപോലെ ഗോവിന്ദ് മേനോൻ്റെ ഒരു കിടിലൻ BGMഉം കൂടിയാണ് നമുക്ക് ലഭിച്ചത്. രാജേഷ് മുരുകേഷനായിരുന്നു ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. ശബരീഷ് വർമ്മ എഴുതിയ കോൺട്രാ സോങ്ങും വൻ ജനപ്രീതി നേടി. സിനിമയിലുടനീളം ജോർജാണ് പ്രധാന കഥാപാത്രമെങ്കിലും അയാളുടെ ലൈഫിൽ വരുന്ന എല്ലാവർക്കും അവരുടേതായ പ്രാധാന്യവുമുണ്ട്. ജോർജിൻ്റെ ലൈഫിൽ മൂന്നാമതായി എത്തുന്ന നായികാ കഥാപാത്രമാണ് സെലിൻ. പക്ഷേ അവർ തമ്മിൽ മുൻപുള്ള പരിചയവും രസകരമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മ്യൂസിക്കിന് വളരെയേറെ പ്രാധാന്യം നൽകിയ മൂവിയായിരുന്നു പ്രേമം. അതിലെ പാട്ടുകളും BGMഉം ഇന്നും ഭൂരിപക്ഷം മലയാളികളും സെർച്ച് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ട്രെൻഡിങ് ആയ ഒന്നാണ് ബ്ലാക്ക് ഷർട്ടും മുണ്ടും. ഫൈറ്റിംഗ് സീൻ ഒന്നുകൂടെ മാസാക്കാനായിരിക്കണം അങ്ങനെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ കൊടുത്തത്. ഒരു സിമ്പിൾ കാര്യത്തെ വളരെ രസകരമായ രീതിയിൽ എങ്ങനെ അവതരിപ്പിച്ച് വിജയിപ്പിക്കാമെന്നതിൻ്റെ തെളിവാണ് പ്രേമം എന്ന സിനിമ. ഓരോ ക്യാരക്ടേഴ്സും ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ അഭിനയ മികവും ഡയറക്ടറുടെ കഴിവും കൊണ്ട് തന്നെയാണ്. സിനിമയിലെ പല ഡയലോഗുകൾ പോലും നമ്മൾ ഇന്നും റിയൽ ലൈഫിൽ ഉപയോഗിക്കാറുണ്ടെങ്കിൽ അത് സിനിമയുടെ വിജയമാണ്. പ്രേക്ഷകരുടെ മനസ്സിൽ മാത്രമല്ല തിയേറ്റർ കളക്ഷനിലും മുന്നിലായിരുന്നു പ്രേമം. സിനിമ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയേറെ ആരാധകരും ഉള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.